ഇന്ന് നമ്മുടെ സ്റ്റേറ്റിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ലോട്ടറിയും മദ്യവുമാണ്. പറയാതിരിക്കും ഒരു നിവൃത്തിയില്ല, അതാണ് പരമമായ സത്യം. മദ്യവിൽപ്പന തീർന്നു പോയാൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ നടുവൊടിഞ്ഞ് തീർന്നു. പിന്നെ നമ്മളൊക്കെ ഏതെങ്കിലും തമിഴ്നാട്ടിലോ കർണാടകത്തിലോ കയറി കുടിയേറി താമസിച്ചാൽ മതി, നമുക്കൊന്നും കൂടി ജീവിക്കാൻ പറ്റില്ല. അപ്പം ഈ പറയുന്ന രണ്ട് വിഭാഗക്കാരാണ് നമ്മുടെ ധനസ്ഥിതിയെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ഒരു പരിഷ്കാരം കൂടെ കൊണ്ടുവന്നു. മദ്യവെച്ചിട്ട് ആ കുപ്പി തിരിച്ചു കൊടുത്താൽ 20 രൂപ തിരിച്ചു കൊടുക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊരു ശരിക്കും ഈ മദ്യപാനികളെല്ലാം കൂടി ഇത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കുമ്പോഴും അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു രൂപ തിരിച്ചു കൊടുക്കണം എന്ന് ഗവൺമെൻറ്റിന് തോന്നുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ കുടിയന്മാരുടെ വീട്ടിലുള്ള ഭാര്യമാരുടെ ഒരാൾ വാങ്ങിച്ചാൽ അയാളുടെ ഭാര്യയുടെ ഗൂഗിൾ പേയിലേക്ക് ഒരു 20 രൂപ അയച്ചു കൊടുത്താൽ അത് പാവപ്പെട്ട സ്ത്രീകൾക്ക് എന്തൊരു ആശ്വാസം. ഒരു മാസത്തിൽ ഒരു 10-30 കുപ്പി കുടിക്കുന്നവരുണ്ട്. അത്രയും കാശെങ്കിലും റേഷൻ വാങ്ങിക്കാനുള്ള പൈസയെങ്കിലും ആ കുടുംബത്തിലേക്ക് എത്തും. അതിനുള്ളൊരു സംവിധാനം ചെയ്യൂ. അല്ലാതെ ഈ പ്ലാസ്റ്റിക് കുപ്പി പറക്കി തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതൊക്കെ ആരെങ്കിലും ഒന്ന് കുടിച്ചിട്ട് ഇത് തറയിലിടാൻ നിവർത്തില്ല, അതിന് മുമ്പ് പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് ഓടുകയാണ്. കാര്യം ഇത് കൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ 20 രൂപ തിരിച്ചു കിട്ടും. അപ്പം ആൾക്കാർ കൂടുതൽ വിഡ്ഢികളാക്കാതെ ജനങ്ങൾക്ക് പ്രയോജനമുണ്ട്. എന്തായാലും ഇത് ജനങ്ങളെ നശിപ്പിക്കുന്നതാണ്, അവരുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, അവൻ്റെ ജീവൻ്റെ ആയുസ്സിനെ കുറയ്ക്കുന്നതാണ്. പക്ഷേ അതിനൊന്നുള്ളൊരു ഗുണം വീട്ടിൽ പോലും കൊടുക്കാതെ കൊണ്ടുവന്ന് കുടിക്കുന്നത്, അതിൽ നിന്നും 20-50 പിടിച്ച് വാങ്ങിച്ചിട്ട് സ്വന്തം കുടുംബത്തിലേക്ക് അയച്ചു കൊടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയാൽ എൻ്റെ പൊന്നു ഗവൺമെൻറ് അതായിരിക്കും ഏറ്റവും നല്ലത്.